I don't think so. No, 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 no. I don't think so. No, 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 no. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് ഞാൻ ഈ വ്ളോഗ് ചെയ്യുന്നത്. ആക്ച്വലി ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേണിലൊന്നും അല്ല ഞാൻ ഇപ്രാവശ്യം വ്ളോഗ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇവിടെ നിന്നും കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെയാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് ഒരു വ്ളോഗാക്കി നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ക്യൂട്ടായിട്ട് എനിക്ക് വളരെ പ്രഷ്യസ് ആയിട്ട് തോന്നിയ കുറേ ഷോർട്സ് ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ആസ് യു ഓൾ നോ, ഓണം വന്നപ്പോൾ അർജുൻ ചേട്ടൻ്റെ ബർത്ത്ഡേയും ഓണവും കൂടി ഒരുമിച്ചാണ് ഇത്തവണ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ ഓണം കുറച്ചുകൂടെ സ്പെഷ്യലാണ്. അർജുൻ ചേട്ടൻ്റെ ബർത്ത്ഡേ, അത് കഴിഞ്ഞ് ഒരു ദിവസം ഗ്യാപ്പ് കഴിയുമ്പോൾ പിന്നെ പപ്പയുടെ ബർത്ത്ഡേ വരും, അതിന് ശേഷം തിരുവോണം, ഇങ്ങനെയാണ് വരുന്നത്. സോ മൊത്തത്തിലൊരു ഫെസ്റ്റിവൽ ആൻഡ് സെലിബ്രേഷൻ മോഡിലാണ് നമ്മൾ മുഴുവനും കേട്ടോ, ഫുൾ ഫാമിലി. അപ്പോൾ ഞങ്ങൾ അർജുൻ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എല്ലാ പ്രാവശ്യം മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ഇത്തവണ അർജുൻ ചേട്ടന് ഒരു വാച്ച് ആണ് മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പോയി കണ്ടതൊന്നും നമുക്ക് അങ്ങോട്ട് അത്രയ്ക്ക് വാങ്ങാൻ മാത്രം ഒന്നൊരു ഇഷ്ടം തോന്നിയില്ല. പിന്നെ വാങ്ങാൻ ഇഷ്ടം തോന്നിയത് ഭയങ്കര ബഡ്ജറ്റ് ഹൈ ആയിപ്പോയി. അപ്പം നമ്മൾ ആ വാച്ചിൻ്റെ ഒരു തീരുമാനം മാറ്റി വെക്കേണ്ടി വന്നു. എന്തായാലും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അഡിഡാസിൽ കയറിയപ്പോഴത്തേക്കും നല്ലൊരു ഷൂ അർജുൻ ചേട്ടൻ്റെ കണ്ണിൽ കയറി. അങ്ങനെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സോ അത് തന്നെ ഫിക്സ് ചെയ്തു, അങ്ങ് വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇത്തവണ ആ ഷൂ ആണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ കുഞ്ഞോ പറഞ്ഞു അവിടുത്തെ മ്യൂസിക്കൽ സ്റ്റെപ്സിലൊക്കെ ഒന്ന് കയറിയിട്ട് പോകാം. നല്ല രസമുണ്ട് കേട്ടോ. ലുലുവിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കൂ, ഭയങ്കര രസമുണ്ട് അത്. സോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഒരു ചെറിയ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരുടെയും ബർത്ത്ഡേ 12 മണിക്ക് കറക്റ്റ് വീട്ടിൽ കേക്ക് കട്ട് ചെയ്യും. അതുകൂടാതെ നമ്മൾ പിന്നെ എല്ലാവരെയും വിളിച്ച് പുറത്തൊക്കെ പോയി അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ. മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് നിങ്ങളെ വിചാരിക്കുമ്പോൾ നിസ്സാര സാധനമുണ്ട്. കൊച്ചിച്ച് ചൂട തേങ്ങയാണ്.
എന്നാ മൂത്ത പട്ടി ഹാപ്പി കൊടുക്കണോ? ഇത് കണ്ടിട്ട് എത്ര പേരെ പട്ടി കേക്ക് കൊടുക്കുന്നു അറിയാം എല്ലാരും ഒരു ടാറ്റ കൊടുക്കും അവിടെ. ക്യാമറ വലിയോ വിളിച്ചേ ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞാനും അർജുൻ ചേട്ടനും ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോയിട്ട് വരുമായിരുന്നു. വന്നപ്പോഴത്തേക്കും അർജുൻ ചേട്ടന് ഒരു കിഡിലും ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞെട്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട് അരുൾ പ്രോട്ടീൻ പൗഡറാണ് ഗിഫ്റ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ആക്ച്വലി അർജുൻ ചേട്ടൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിപ്പോയി. നമ്മളിത് ആക്ച്വലി എൻ്റെ ദുബായ് മാമൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് വരുത്തിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഇവിടെ നിന്ന് നൈസായിട്ട് നമുക്ക് ഒപ്പിച്ച് തന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ എന്തായാലും ആ ഗിഫ്റ്റൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബർത്ത്ഡേ അർജുൻ ചേട്ടനാണെങ്കിലും നമ്മൾ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തായിരുന്നു കേട്ടോ. കാരണം ഓണം കൂടി ആണല്ലോ. അപ്പോൾ ഓണക്കോടിയും കൂടെ നേരത്തെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഓണക്കോടി വിതരണവും കൂടി നടത്തി ആ സമയം. ആക്ച്വലി ഓണക്കോടി ടൈപ്പ് ഡ്രസ്സൊന്നും അല്ല എടുത്തത്. അന്നത്തെ വൈകിട്ട് ബർത്ത്ഡേ ഫംഗ്ഷൻ ഇടാൻ പറ്റുന്ന പോലത്തെ ഡ്രസ്സൊക്കെയാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ എൻ്റെ ഒരു പ്ലാനിൽ നമ്മൾ കുറച്ചും കൂടെ ഡേ ലൈറ്റ് ഉള്ളപ്പോഴത്തേക്കും ബീച്ച് സൈഡാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഡേ ലൈറ്റ് ഉള്ളപ്പോൾ അവിടെ പോകണം എന്നായിരുന്നു. പക്ഷേ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും ഫുൾ ടൈമിങ് മാറിപ്പോയി. പിന്നെ വന്ന് റെഡിയായി കൃത്യം നമ്മൾ ബീച്ച് എത്തിയപ്പോഴത്തേക്കും സൂര്യൻ അതിൻ്റെ പാട്ടിനങ്ങ് പോയി കേട്ടോ. അപ്പോൾ എനിവേ ആ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗത്ത് വീഴ്ച പറ്റിയെങ്കിലും നമ്മളുടെ സെലിബ്രേഷനൊന്നും ഒരു കുറവുമില്ലായിരുന്നു കേട്ടോ. നമ്മൾ ശരിക്കും അടിച്ച് പൊളിച്ച് നമ്മൾ ആഘോഷിച്ച് സെലിബ്രേറ്റ് ചെയ്തു. എന്തായാലും ഇപ്പോൾ ഈ എല്ലാവരും പോസ്റ്റ് അടിച്ച് നിൽക്കുന്നത് ഞാനും കൊച്ചേബിയും അർജുൻ റെഡിയായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ റെഡി ആവുന്നതൊക്കെ ആക്ച്വലി ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഒന്നാമത് സമയമില്ല, പെട്ടെന്ന് ചെയ്യണം എന്നുള്ളത് കൊണ്ട് പിന്നെ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പം എൻ്റെ ക്യാമറമാൻ ആ സമയം പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഞാൻ ആക്ച്വലി നമ്മൾ പോയപ്പോൾ കൊച്ചേബിക്ക് ഇടാൻ ഒരു ബീച്ച് ഔട്ട്ഫിറ്റ് എന്നുള്ള രീതിയിൽ നല്ലൊരു വൈറ്റ് ഫ്രോക്കൊക്കെ വാങ്ങിച്ചായിരുന്നു. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അർജുൻ ചേട്ടൻ്റെ ഒരു വൈറ്റ് ഒരു ഷർട്ടും ഇതാണ് കൊച്ചു ബേബിയുടെ ഫ്രോക്ക്. അനുവിനും ഒരു നല്ലൊരു കിടിലം സ്കേർട്ടും ടോപ്പും ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ. അരുൺ ചേട്ടന് ഒരു നല്ലൊരു ഷർട്ട് കിട്ടി. അരുൺ ചേട്ടനെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നു അർജുൻ ചേട്ടൻ. എനിവേ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും അടിപൊളി സെറ്റായിരുന്നു കേട്ടോ. ഒരേ ഒരു വിഷമം ഞാൻ പറഞ്ഞില്ലേ, ഡേ ലൈറ്റ് പോയി എന്നുള്ളൊരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം ഇതെനിക്ക് പരിചയപ്പെടുത്തുന്നത്, എനിക്കെന്നല്ല ഞങ്ങൾക്ക് മുഴുവനുമായിട്ട് ഇത് പരിചയപ്പെടുത്തി തന്നത് കുഞ്ഞാവയാണ് കേട്ടോ. സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചിൻ്റെ അവിടെ ബീച്ചിൽസ് കഫേ കുഞ്ഞാവയാണ് അവിടെ പോയിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞാവ പറഞ്ഞ ആ ഒരു നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതിന് മുന്നേ പോയി നോക്കി. ആംബിയൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്നിങ്ങനെ മനസ്സ് വിചാരിച്ചാണ് ബർത്ത്ഡേ അവിടെ സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ളത്. സോ ആ ഒരു പ്ലേസ് നമ്മൾ കുറച്ച് ഡേ ലൈറ്റിൽ പോയിരിക്കാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമുക്ക് കടലൊക്കെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ. ഇവൻ നൈറ്റ് ആണെങ്കിലും നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ട് പിന്നെ നൈറ്റ് ആവുന്നവരെ നിന്നാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഭയങ്കര ഇരുട്ടിയിട്ടാണ് അവിടെ എത്തിയത്. ഈ ഒരു കാണുന്ന ലൈറ്റ് ഇപ്പോൾ വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും നല്ല കൂരിരുട്ടാണ്. അതുകൊണ്ട് എൻ്റെ വീഡിയോ എടുപ്പൊക്കെ കുറച്ച് തേഞ്ഞൊട്ടിപ്പോയി. കാരണം നിങ്ങൾക്ക് എത്രത്തോളം ഞങ്ങളെയൊക്കെ കാണാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം മൊബൈലിലെ ഫ്ലാഷൊക്കെ ഓണാക്കിയിട്ടുള്ള അങ്ങനത്തെ റെക്കോർഡിങ്ങേ പറ്റുകയുള്ളൂ. കഫേയിലാണെങ്കിലും ഭയങ്കര മൈൽഡായിട്ടുള്ള ലൈറ്റിംഗ് ആയിരുന്നു അവർ കൊടുത്തിരുന്നത് കേട്ടോ. ഇതിനെല്ലാത്തിനെയും കാട്ടിലും നമ്മൾ എത്താൻ ഇത്രയും ഡിലേ ആവാൻ കാരണം ഈ ഗണപതിയുടെ നിമജ്ജനം നടക്കുന്ന ദിവസം കൂടെ ആയിരുന്നു. അപ്പോൾ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ യൂഷ്വലി എത്തുന്നതിനെക്കാട്ടിലും ഒരുപാട് ടൈം എടുത്തു നമുക്ക് അവിടെ എത്താനായിട്ട്. ഞാൻ ആക്ച്വലി വിചാരിച്ചത് വിനായക ചതുർത്ഥി കഴിഞ്ഞ് 10 days കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷേ കണക്കൂട്ടൽ തെറ്റിപ്പോയി. ട്രിവാൻഡ്രത്ത് 3rd day എങ്ങാണ്ടാണ് നടത്തുന്നതെന്നിങ്ങനെ നമ്മൾ പ്ലാനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. എനിവേ ഞങ്ങൾ അവിടെ എത്തി, ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. ഈ ബീച്ചിൽസ് കഫേയിൽ അതിൻ്റെ ഒരു കോർണറിൽ ഒരു ചെറിയ സ്റ്റേജ് പോലെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടാണത് കാണാനായിട്ട്. ഈ പ്ലേസ് നല്ല ആംബിയൻസ് ഉള്ളൊരു പ്ലേസാണ്. നല്ല ഫുഡാണ്. സാധാരണ ഇങ്ങനെയുള്ള ബീച്ച് സൈഡ് സ്ഥലങ്ങളിൽ വരുമ്പോൾ വെജ് ഫുഡ് അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇവിടെ കിട്ടിയ വെജ് ഫുഡൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ പോകുന്ന വഴിക്ക് കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവിടെ പോയി ഞങ്ങൾ സെറ്റ് ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്തു. 2 തവണയും നമ്മൾ നല്ല അടിപൊളിയായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത് കേട്ടോ. ഇതിൽ കുറച്ച് പേര് ഒക്കെയാണ് പുതിയതായിട്ട് ഉണ്ടായത്. അതായത് 12 മണിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരുമായിട്ട് ഷെയറൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ആ ഫുഡ് വരാനുള്ള ആ ഒരു ഡിലേ ഉണ്ടല്ലോ, ആ ടൈമിൽ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പോയി
ഗെയിമൊക്കെ കളിക്കാം എന്നുള്ളത്. അപ്പം എനിക്ക് രാത്രി ആയതുകൊണ്ട് ബീച്ചിൽ പോയി കാല് നനയ്ക്കാൻ എനിക്ക് പേടിയായിരുന്നു, അതുകൊണ്ട് അത് പ്ലാൻ ക്യാൻസൽ ചെയ്തു. പക്ഷെ അമ്മയൊക്കെ പോയി കാലൊക്കെ നനയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ കുറച്ച് ഗെയിമൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ സെറ്റ് ആവാമെന്ന് വിചാരിച്ചു. കൊച്ചു ബേബിയുടെ അഡ്രസ്സേ ഇല്ലായിരുന്നു, കാരണം പോയപ്പോൾ തൊട്ട് മണ്ണ് വാരി തലയിലിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ അങ്ങനെ ഫുൾ ട്രാൻസിലായിരുന്നു കൊച്ചു ബേബി. എൻ്റെ ദൈവമേ, പതിവില്ലാതെ കുറേ ഓടിക്കളിച്ച് എനിക്ക് ഗെയിംസിൻ്റെ ഒക്കെ ഫുൾ ആക്ച്വലി ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, ശകലമായിട്ട് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ ശരിക്കും അങ്ങോട്ട് അർമാദിച്ച് ഗെയിംസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ബോഡി പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഞാൻ വളരെ ലേറ്റായിട്ടാണ് എണീറ്റത്. എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ടിന് ഏകദേശം ഒരു മണിക്കൂർ മുന്നേ ഞാൻ എഴുന്നേറ്റുള്ളൂ. അതിന് ശേഷം പെട്ടെന്ന് ഒരു കോഫി മാത്രം കുടിച്ചിട്ട് ഞാൻ നേരെ മേക്കപ്പിന് കയറി. വാൻവീസ് മേക്കപ്പ് ആർട്ടിസ്റ്റിയുടെ നമ്മുടെ ശില്പ വിവേക്, നിങ്ങൾ എൻ്റെ വ്ളോഗിലൂടെ കണ്ട് ആ പുള്ളിക്കാരി ഇപ്പം നിങ്ങൾക്ക് നല്ല പരിചയമായി കാണും. എന്തായാലും പുള്ളിക്കാരിയുടെ ഒരു ഓണം ഷൂട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ശില്പയാണ് അനുവിൻ്റെ പ്യൂബർട്ടി സെറിമണി, അനുവിൻ്റെ ഡാൻസിൻ്റെ അരങ്ങേറ്റത്തിനൊക്കെ മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. ശില്പയെ എനിക്ക് ഞാനും അർജുൻ ചേട്ടനും കല്യാണം കഴിഞ്ഞ ആ സമയം തുടങ്ങി എനിക്കറിയാം കേട്ടോ. 2020 ഞാൻ ഫസ്റ്റ് ശില്പയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഒരു ഫസ്റ്റ് ഫോട്ടോഷൂട്ട് ദുർഗാ പൂജയുടെ ആയിരുന്നു. അത് ഇന്നും ആൾക്കാരുടെ ഇടയ്ക്ക് വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഫോട്ടോഷൂട്ടാണ്. ഭയങ്കര സന്തോഷമുണ്ട് അത് പറയുമ്പോൾ തന്നെ കേട്ടോ. അപ്പം അതിന് ശേഷം ആക്ച്വലി പ്രോപ്പറായിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണ്, ഒരു 4 വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം. അപ്പം ഞങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ ചെയ്ത് തന്നിരിക്കുന്നത് തൻസ് കോട്ടൂറിലെ തൻസീല മുഹമ്മദാണ്. എനിക്കുള്ള ബ്ലൗസും കൊച്ചുബേബിയുടെ ഡ്രസ്സൊക്കെ ചെയ്ത് തന്നിരിക്കുന്നത്. മംഗല്യ കസവ് എന്ന് പറയുന്ന അവിടെ നിന്നാണ് എനിക്ക് സാരി തന്നിരിക്കുന്നത്. എൻ്റെ ജ്വല്ലറി എല്ലാം മെനോറ ജ്വല്ലറി എന്നാണ് തന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഷൂട്ട് ഫുൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് വെരോ സ്നാപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ആൻഡ് നമ്മുടെ ഫോട്ടോഗ്രാഫർ മനു മാമ്പള്ളി. നല്ല ഒരു ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. സൂപ്പറായിട്ട് പോയി, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ക്ലിക്ക് ചെയ്ത് ചില ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു. ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ള ഫോട്ടോസായിരുന്നു കേട്ടോ എല്ലാം. നിങ്ങൾ ഈ വ്ളോഗ് കാണുമ്പോഴേക്കും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഷൂട്ടിൻ്റെ റിസൾട്ടായ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. മഞ്ഞപ്പൂ, ജമന്തിപ്പൂ, കൊട്ടിപ്പൂ പറഞ്ഞേ. അച്ചടി പറഞ്ഞേ. അച്ഛന് പൂല് തൊട്ട് അച്ചടി പറഞ്ഞേ. സുന്ദരി, യെല്ലോ ഫ്ലവർ, തങ്കമേ, വൈരമേ, ചക്കരപ്പൊട്ടു, തങ്കപ്പൊട്ടു, വൈരപ്പൊട്ടു. ക്യാമറ നോക്കി വാ പറഞ്ഞേ. വാ വാ, ഓടി വാ പറഞ്ഞേ. ഓടി വാടാ. കൊച്ചു ചേട്ടൻ എങ്ങനെ വിളിക്കും? ചിച്ചു. ആശാൻ എങ്ങനെ വിളിക്കും? എന്റെ പൊന്നേ. അമ്മോട്ട് എങ്ങനെ വിളിക്കും? സുതാപ്പൂ. എങ്ങനെ വിളിക്കും? ചക്കരേ. ഹാപ്പി എങ്ങനെ വിളിക്കും? ഹാപ്പി.
സോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ഡെഡ് ടയേർഡാണ് കേട്ടോ. ആക്ച്വലി നമ്മളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ സമയം തന്നെ നമ്മൾ ഒത്തിരി ലേറ്റ് നൈറ്റൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഓടിക്കളിച്ച് സെലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ട് ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു. ഉറക്കവും ശരിയായിട്ടില്ലായിരുന്നു. എനിക്ക് ശരിയായിട്ടില്ലെന്നല്ല, എനിക്ക് മതിയായില്ലായിരുന്നു. അപ്പോൾ ഭയങ്കര ടയർഡ്നെസ്സും അതിൻ്റെ കൂടെ തന്നെ മടിയും ഉണ്ടായിരുന്നു. പക്ഷെ ഓണം ആയതുകൊണ്ട് വീട് അലങ്കോലമായിട്ട് ഇടാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്കിങ്ങനെയുള്ള അവസരങ്ങളിൽ അമൃതാഞ്ജനാണ് എന്നെ സഹായിക്കുന്നത് കേട്ടോ. എനിക്ക് അമൃതാഞ്ജൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എവിടെ നിന്നറിയില്ല ഒരു ഉന്മേഷം വരും. ആ ഉന്മേഷത്തിൽ ആദ്യം തന്നെ പോയി ഫസ്റ്റ് റൂം, അർജുൻ ചേട്ടൻ്റെ റൂം ഞാൻ ക്ലീൻ ചെയ്തു. ആക്ച്വലി അർജുൻ ചേട്ടൻ ക്ലീൻ ചെയ്യാൻ ഇരിക്കുമായിരുന്നു. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനിരിക്കുമ്പോഴത്തേക്കും എനിക്കത് അവരെ ഹെൽപ്പ് ചെയ്ത് സർപ്രൈസ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. തിരിച്ചും അർജുൻ ചേട്ടൻ എനിക്കങ്ങനെ ചെയ്തു തരാറുണ്ട് കേട്ടോ. എൻ്റെ ഫസ്റ്റ് റൂം ഞാൻ ക്ലീനാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അരുമയ്ക്കരുമയായി എൻ്റെ സഹോദരൻ വന്നു. ആക്ച്വലി അവൻ ഇന്നലെ അർജുൻ ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആൾ ഭയങ്കര ഡെസ്പായിരുന്നു. അവൻ്റെ ഗിഫ്റ്റ് അവൻ ഇന്നാണ് എടുത്തുകൊണ്ട് വരാൻ പറ്റിയത്, അവന് വാങ്ങിക്കാൻ പറ്റിയത്. ഒരു കിഡിലും സിൽവർ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ അവൻ ഗിഫ്റ്റ് ചെയ്തത്. ആക്ച്വലി അർജുൻ ചേട്ടൻ കുറേ നാളായിട്ടൊരു സിൽവർ ബ്രേസ്ലെറ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ വാങ്ങിക്കാതെ ഇങ്ങനെ ഇങ്ങനെ എന്തോ കാരണം കൊണ്ട് ഇങ്ങനെ അത് വാങ്ങിക്കാതെ നീങ്ങി നീങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കറക്റ്റ് ആ ഒരു സംഭവം തന്നെ അവൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അവൻ ആക്ച്വലി നമ്മൾ ട്രൈ ചെയ്തൊന്നും അറിയത്ത് പോലും ഇല്ല കേട്ടോ. അല്ലാതെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അവൻ്റെ ആ ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങിനൊക്കെ ശേഷം ഞാൻ വീണ്ടും എൻ്റെ ക്ലീനിങ്ങിലോട്ട് റെസ്യൂം ചെയ്തു. ഇപ്പോൾ കൊച്ചുബേബിയുടെ പ്ലേ ഏരിയ ആണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി കൊച്ചുബേബി പ്ലേ ടൈം ഒക്കെ കഴിഞ്ഞാൽ ടോയ്സ് ഒക്കെ എടുത്ത് തിരിച്ച് വെക്കും. പക്ഷേ സോർട്ട് ചെയ്ത് വെക്കില്ല, വെറുതെ തിരിച്ച് സ്റ്റാൻഡിലോട്ട് എടുത്ത് വെക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഏജിൽ ഇനി സോർട്ട് ചെയ്തും കൂടെ വെക്കാൻ പറഞ്ഞ് വെറുതെ വെറുപ്പിക്കണ്ട എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഉള്ളതും കൂടെ കളയണ്ട എന്നുള്ളത് കൊണ്ട് പിന്നെ ഞാനൊന്നും മിണ്ടാറില്ല. കൊച്ചുബേബി അത് തിരിച്ചെടുത്ത് വെച്ചാലും ഞാൻ പിന്നെ ഇരുന്ന് ഓരോ ടോയ്സും ഓരോ സെക്ഷനായിട്ട് തിരിച്ച് സോർട്ട് ചെയ്തെടുക്കും. അത് ആക്ച്വലി നല്ല വെറുപ്പിക്കുന്ന ഒരു പണിയാണ്, എന്നും ചെയ്യേണ്ട ഒരു ജോലിയും കൂടെയാണ്. പിന്നെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ മടി പിടിച്ചിട്ട് ഞാൻ ഒന്നും സോർട്ട് ചെയ്ത് വെക്കുന്നില്ലായിരുന്നു. അപ്പം തീരെ അങ്ങ് കുളമായിപ്പോയി. അപ്പം അതൊക്കെ ഇരുന്നൊന്ന് റെഡിയാക്കിയതിന് ശേഷം അടുത്ത എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ആയിരുന്നു എൻ്റെ അലമാര. അലമാര ആക്ച്വലി നീറ്റാണോ എന്ന് ചോദിച്ചാൽ നീറ്റാണ്, നീറ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ നീറ്റല്ല. ആ ഒരു സാഹചര്യത്തിലാണ് എല്ലാം തുണിയും മടക്കിയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ധൃതിയും മടിയും രണ്ടും പറയാം കേട്ടോ. പിന്നെ ഒരുപാട് ഷൂട്ടും ഒക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ആ ക്ലീൻ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും എനിക്ക് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ചുമ്മാ കുത്തിക്കയറ്റി എല്ലാം വെച്ച് വെച്ച് ഒരു അടുക്കും ചിട്ടയും അങ്ങ് നഷ്ടപ്പെട്ടു പോയി. അതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ടല്ല തുണി ഇരിക്കുന്നത്, എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ടാണ് ഇരുന്നത്. അതൊക്കെ സോർട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ കണ്ടിന്യൂസ് ഷൂട്ട് വരുമ്പോൾ എൻ്റെ ഈ റൂം ഭയങ്കരമായിട്ട് കുളമാവും. ഫുൾ ആക്സസറീസ് അവിടെ ഇവിടെ ആയി, സാരീസൊക്കെ അവിടെ ഇവിടെയും മേക്കപ്പ് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ആകെ ഭ്രാന്ത് പിടിക്കുന്ന രീതിയിൽ ഈ റൂം മാറും. അപ്പം അതൊക്കെ ഇരുന്നൊന്ന് ഫുൾ ക്ലീൻ ചെയ്തു, എല്ലാം അതാത് സ്ഥാനത്തേക്ക് വെച്ച്. പിന്നെ അവിടെ ഇവിടെ കുറച്ച് പൊടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ എടുത്തു. ചുമ്മാ, അതായത് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാതിരിക്കാം, പക്ഷെ ഓണം ഒരു ഫെസ്റ്റിവലൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഐശ്വര്യം കൂടെ വീട്ടിലേക്ക് വരണമെങ്കിൽ നമ്മുടെ വീട് വെൽക്കമിങ് ആയിരിക്കണമല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ്. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ഒട്ടും ആരോഗ്യം ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. പിന്നെ അതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് നേരെ വിളക്കൊക്കെ തേച്ച് എടുക്കാനായിട്ട് പോയി. പീതാംബരി വെച്ച് തേച്ചെടുക്കാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഞാൻ നോർമലി സർഫിൽ ജസ്റ്റ് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് എല്ലാം ഒന്ന് തിളങ്ങി ഷൈനി ആയിട്ടിരിക്കട്ടെ എന്നുള്ളത് കൊണ്ട് ഫുള്ള് പാത്രങ്ങളൊക്കെ പീതാംബരി ഇട്ട് തേച്ച് കഴുകി വെച്ച് എല്ലാം സെറ്റ് ചെയ്തു. ഈ സെറ്റ് ചെയ്യുന്ന സമയത്ത് കൊച്ചേബി എന്നെ ഹെൽപ്പ് ചെയ്യാനും ഉണ്ടായിരുന്നു കേട്ടോ. പൂജാമുറി മൊത്തം ഒരുക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇവർക്കൊക്കെ ഓണക്കോടി ഉടുപ്പിക്കണം. അപ്പം മണിക്കുട്ടിക്ക് ആദ്യം ഓണക്കോടി ഉടുപ്പിച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പം എൻ്റെ കയ്യിൽ കോടി മുണ്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത് മണിക്കുട്ടിയുടെ സൈസിന് ആ ഒരു ലെവലിൽ കട്ട് ചെയ്ത് മുണ്ട് ഉടുപ്പിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് ഈ മേൽമുണ്ട് പല സ്റ്റൈലിൽ എനിക്ക് വെച്ച് നോക്കിയിട്ട് എനിക്കൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല. അവസാനമാണ് ഞാനിപ്പം ഒരു വി ഷേപ്പിൽ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ബാക്കി എന്തെങ്കിലും ചെയ്യുമ്പോൾ കുറച്ച് ഗേളി ലുക്കായിപ്പോയി മണിക്കുട്ടിക്ക്. എന്തായാലും ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മണിക്കുട്ടിക്കും എനിക്ക് 2 മെയിൻ വിഗ്രഹമാണുള്ളത്, ഒന്ന് ഗുരുവായൂരപ്പൻ്റെയും ധന്വന്തരി മൂർത്തിക്കും. അവർക്കും കൂടെ കോടി ഉടുപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഓണം ആ ഒരു ഫീല് കിട്ടാനായിട്ട് കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് പൂജാമുറിയിൽ ഡെക്കറേറ്റ് ചെയ്തൊന്ന് റെഡിയാക്കി. അപ്പോഴേക്കും ഞാൻ സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ടിൽ കുറച്ച് പൂക്കളും പൂജയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ എത്തി. അതൊക്കെ സോർട്ട് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കിടക്കാൻ പോയത്. അപ്പം എന്തായാലും ഇതിൻ്റെ നെക്സ്റ്റ് ഡേ ഓണം സെലിബ്രേഷൻസും അങ്ങനെ
ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊക്കെ മിസ് ചെയ്യാതെ നിങ്ങൾ വാച്ച് ചെയ്യണം. ഇതിന് പുറകെയായിട്ട് ഞാൻ വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ലവ് യു ഗൈസ് സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്.